അസ്സലാമു അലൈക്കും. സൈലു ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് മക്കളെ വിശേഷം? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷത്തിലിരിക്കുക, സമാധാനത്തിലിരിക്കുക. ഇന്ന് നമുക്ക് നല്ല കട്ട്ള മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ഒന്ന് കാണാം കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് അതിലോട്ട് ചോറ് വയ്ക്കാനുള്ള വെള്ളം എടുക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗ്യാസിലാണ് ഞാൻ ചോറ് വയ്ക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വിറകില്ല. അപ്പോൾ വിറകില്ലാത്തത് കാരണം അടുപ്പ് കത്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഗ്യാസിൽ കത്തിക്കുന്നു, അത്ര തന്നെ. അപ്പം ഞാൻ കുക്കറിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ച് കുക്കർ ചൂടായി വെള്ളം ചൂടായപ്പം ഞാൻ അരി കഴുകിയിട്ടാണ് കേട്ടോ. ഈ കുക്കർ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ മീഷോന്ന് കുക്കർ വരുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, ഓഫർ കുക്കർ 3 എണ്ണം, അതിലുള്ള വലിയ കുക്കറാണ് കേട്ടോ ഈ കുക്കർ. അപ്പം നമ്മൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി ചുടുവെള്ളം ഒഴിച്ച് വീണ്ടും കഴുകി അരിയൊക്കെ അതിലോട്ട് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാൻ അരി ഇടുന്നത് കൂടുതലായിട്ട് എടുത്തില്ല, ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുത്ത്. അങ്ങനെ അത് അവിടെ കിടന്ന് ആവട്ടെ, കുക്കറിൽ ചോറാവട്ടെ. ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് എന്ത് ചെയ്യുക, ഉപ്പേരി വയ്ക്കുക. അപ്പം ഞാൻ മുട്ടക്കോസാണ് ഉപ്പേരി വയ്ക്കുന്നത്. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളത് ഫുള്ളും എടുത്തു. കാരണം ഇനി അത് ബാക്കി വെച്ചാൽ ശരിയാവില്ല എന്ന് വെച്ചിട്ടുള്ളത് ഫുള്ളും എടുത്തു. പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് വെറുതെ തിന്നുക എന്നുള്ളൊരു ശീലം എനിക്കുള്ളത് കൊണ്ടോ ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഞാൻ ചോപ്പറിലാണ് അരിഞ്ഞത്. അപ്പോൾ അത് ഒറ്റ ചെറുതായി കുഞ്ഞുകുഞ്ഞായിപ്പോയി കേട്ടോ. അതാണത് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് തന്നെ അതൊരു നേരത്തേക്ക് മാറ്റി വെക്കാനുമില്ല, എന്നാലോ ഒരു നേരത്തേക്ക് ഫുള്ളായിട്ട് എടുക്കാൻ ഞാനെന്ത് ചെയ്തു, ഫുള്ളായിട്ട് എടുത്തു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ശീലം, ആ ശീലം കാരണം ഞാൻ ഇത്തിരി കൂടുതലെടുത്തു കേട്ടോ. അപ്പം ലേശം ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ, ഒരുപാട് തേങ്ങ ഇഷ്ടമില്ല ഞങ്ങൾക്ക് ആർക്കും. കുറച്ച് തേങ്ങയും പച്ചമുളകും കുത്തിച്ചതച്ചിട്ട് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്ത് ഉപ്പൊക്കെ ആയി പാകമായി സെറ്റായിട്ട് അവിടെ കിടന്ന് ആവി ഒന്ന് പൊങ്ങട്ടെ കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഒരു 2 മിനിറ്റ് ഞാൻ ആവിയിൽ വെച്ചതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നല്ല സെറ്റപ്പായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഞാൻ വെറുതെ എല്ലാം കൂടെ കൂട്ടിത്തിരുമിട്ട്, അതായത് തേങ്ങയും പച്ചമുളകും ഒക്കെ കൂട്ടിത്തിരുമിട്ട് വെറുതെ പച്ചയ്ക്ക് അങ്ങനെയാക്കിയിട്ട് അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെയും വയ്ക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, മീനൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമായ കഷ്ണങ്ങൾ എടുക്കുക. എന്താ വെച്ചാൽ ഞാൻ ആ ഉപ്പേരി വെച്ച ചട്ടി തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കുറേ പാത്രങ്ങളൊന്നും കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ചട്ടി തന്നെ എടുത്തു. അതിലോട്ട് ലേശം ഓയിൽ ഒഴിച്ച് പിന്നെ കറിവേപ്പില ഇട്ട് നല്ല നന്നാക്കിയെടുത്ത കട്ട്ള മീൻ 4 കഷ്ണം. കാരണം ഞങ്ങൾ 4 ആളുകൾ ഉച്ചയ്ക്ക് വൈകുന്നേരത്തിന് ആ സമയത്ത് വരിക്കുള്ളൂ. അപ്പം 4 കഷ്ണം ഞാനെടുത്ത് വറക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ചെറിയ മോള് പറഞ്ഞപ്പം അങ്ങനെ മേടിച്ചു എന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ മീനെ വലിയ താല്പര്യമൊന്നുമില്ല. ചില സമയത്ത് അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അവർ മീൻകാരൻ വരുന്നത് കണ്ടാൽ ഇത് മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ശരി എന്നാൽ അത് മേടിക്കുക. അപ്പോൾ ആവശ്യത്തിന് ഞങ്ങൾക്ക് 4 കഷ്ണം മാത്രം ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ ഏകദേശം കുക്കറിൽ വിസിലൊക്കെ ഊതി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 വിസിൽ, നല്ല ജയറിൻ്റെ അരിയാണ്. അപ്പോൾ 4 വിസിൽ ഊതിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോറ് കിട്ടി. ഇന്നലത്തെ കറിയും ഉണ്ടായിരുന്നു, അതിനെയും ചൂടാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ.